അങ്ങനെ ആരതിയെല്ലാം ഒഴിഞ്ഞ് മാധുരി അർജുനെ കൈപിടിച്ച് അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തോടെ പിന്നാലെ പോകുന്നുണ്ട്. അകത്തെത്തിയതിന് ശേഷം പൂജ പറയുന്നുണ്ട്, അജുവേട്ടാ നമുക്ക് സ്നേഹസദനത്തിലൊന്ന് പോയാലോ? വിശ്വനാഥിനെ കാണാനായിരിക്കുമല്ലേ എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയാണ്. പാവം അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്, ഒരുപാട് നല്ല മനുഷ്യനാണ്, നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു അദ്ദേഹത്തെ എന്നൊക്കെ മഹേശ്വരി അമ്മയും പറയുന്നുണ്ട്. അപ്പോൾ മധു പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണ്ട എന്നാണ്. അവിടെ വേറൊരാളെ എന്തായി വിവരം എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. അവളുടെ പ്രവൃത്തികളൊക്കെ ഇപ്പോൾ വേറെയാണ്. എന്ത് ചെയ്യണം, എന്ത് വേണം എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ പൂജ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും പോകണം, എനിക്ക് അച്ഛനെയും രാധമോളെ ഒന്ന് കാണണം. ഈ കേസിൻ്റെയൊക്കെ തിരക്ക് കാരണം ഞാൻ മോളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി. അജുവേട്ട, ഈ കേസിന് ഇങ്ങനെ ഒരു തെളിവ് കിട്ടാൻ തന്നെ കാരണം രാധമോളാണ്. എനിക്കിപ്പോൾ അവൾ സ്വന്തം മോളെപ്പോലെ തന്നെയാണ്. ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് വരെ ഒന്നാണ്. അച്ഛമ്മയുടെയും അമ്മയുടെയും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ്. അപ്പോൾ മോളുടെയും അങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ പരമ്പരയിലുള്ളത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചില ദിവസം എനിക്ക് പെട്ടെന്ന് അവളെ കാണണം, അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ തോന്നും. ദത്തെടുക്കാനൊരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ ദത്തെടുക്കുമായിരുന്നു. അപ്പോൾ അർജുന് പറയുന്നുണ്ട്, ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പൂജ. അതുമല്ല, ഇത്രയും സാഹചര്യങ്ങളോട് പെട്ടെന്ന് അടുത്താൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി മാറും. നമുക്കറിയാൻ പാടില്ലാത്ത ഏതോ 2 പേരുടെ കുഞ്ഞാണ്. അവർ ഒരു ദിവസം ആ കുഞ്ഞിനെ അന്വേഷിച്ച് വന്ന് കൊണ്ടുപോകും. അത് പിന്നീട് നമുക്കൊരു വിഷമമായി തീരും. നമുക്കെന്തായാലും ഇപ്പോൾ ദൈവം ഒരു കുഞ്ഞിനെ തന്നല്ലോ. അപ്പോൾ പൂജ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം. അത് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ റൂമിലേക്ക് ചെല്ലുക, ഒരുപാട് ദിവസമായില്ലേ ഇങ്ങനെ നിന്നിട്ട്. സ്നേഹ പറയുന്നുണ്ട്, അർജുൻ സർ, ഇനി നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകണം. മാനനഷ്ടത്തിന് ഉടൻ തന്നെ കേസ് കൊടുക്കണം. കേസ് ഫയൽ ചെയ്യാൻ ഉടൻ തന്നെ വേണം എന്നൊക്കെ പറയണം. അപ്പോൾ അർജുൻ പറയുന്നത്, അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാം. മധു പറയുന്നത്, എന്താലോചിക്കാൻ, ഇപ്പോൾ തന്നെ ചെയ്യാം, ഈ നിമിഷം തന്നെ പോയി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് നാളെ ആലോചിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും മോളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുൻ മോളെ കാണാൻ പോവാൻ കേട്ടോ. അപ്പോഴാണ് കേട്ടോ അവിടേക്ക് ആനന്ദും അഖിലും വരുന്നത്. അവർ അർജുനെ തിരയാണ്. ഉടൻ തന്നെ അർജുന് വന്ന് അച്ഛ എന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആനന്ദ് പറയുന്നുണ്ട്, ഇപ്പോഴാണ് മോനെ എൻ്റെ നെഞ്ചിലെ കനലൊന്ന് ഉരുക്കിയത്, എനിക്ക് ആശ്വാസമായി എന്നൊക്കെ പറയണം. അപ്പോൾ അഖിൽ പറയുന്നുണ്ട്, ഇന്ന് ഓഫീസിൽ എന്താണെന്ന് ഏട്ടാന്നറിയോ, ആ സദ്യയാണ്, ഭയങ്കര ആഘോഷമാണ് അവിടെ, എല്ലാവർക്കും ഏട്ടനെ കാണണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അർജുന പറയുന്നുണ്ട്, ആദ്യം എൻ്റെ ഓഫീസിൽ നിന്ന് പ്രവർത്തിച്ച് തുടങ്ങിയോട്ടെ, എന്നിട്ട് വരാം അവിടേക്ക് എന്ന് പറയാണ്. അപ്പോൾ ജഡ്ജിയുടെ പോസ്റ്റ് കഴിഞ്ഞ് ഉണ്ടാവുമോ ഏട്ടാ എന്നൊക്കെ ചോദിക്കണം. മിക്കവാറും 3 മാസത്തിനുള്ളിൽ ഉണ്ടാവും, ഇനി കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ഇനി അർജുനേട്ടൻ്റെ ഓഫീസ് ആര് നോക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇനി സ്നേഹ നോക്കും, ഇനി എൻ്റെ ഓഫീസിൻ്റെ അടുത്ത അധികാരി സ്നേഹയാണ്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എന്നേക്കാൾ സീനിയോറിറ്റി ഉള്ള ആളുകളുണ്ടല്ലോ അർജുനേട്ട, അവരെ ഏൽപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഞാൻ ബന്ധങ്ങളുടെ പുറത്തും തരികയില്ല, സീനിയോറിറ്റി ഇവിടെ പ്രധാനമില്ല, കഴിവുള്ളവർ ആരാണോ അവർക്കായിരിക്കും ഞാൻ അടുത്ത സ്ഥാനം നൽകുന്നത്, അത് സ്നേഹക്ക് തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇത്രയും ബുദ്ധിയും പക്വതയുമുള്ള നല്ല കഴിവുള്ള കുട്ടിയാണ് സ്നേഹ എന്ന് നീ നോക്കിക്കോ അഖിൽ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വക്കീൽ തന്നെയായി മാറും സ്നേഹ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സ്നേഹ ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുൻ്റെ കാലിൽ പോയിട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുന്നത് പോലെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നതിനെ കാലിലൊന്നും വീഴണ്ട, നീ നല്ല ബുദ്ധിമതിയായ പെൺകുട്ടിയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ പൂജയും പറയുന്നുണ്ട്, അതേ സ്നേഹ, അജുവേട്ടന് ഒരിക്കലും ബന്ധങ്ങളോ മുന്നുള്ള പരിചയം നോക്കിയിട്ടൊന്നും സ്ഥാനം കൊടുക്കുക, അത് കഴിവ് നോക്കിയിട്ട് തന്നെയാണ്, അത് നിനക്കറിയാമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷം നിൽക്കുന്ന ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് അവിടെ. പിന്നീട് മാധുരിയും അഖിലൊക്കെ ചോദിക്കുന്നുണ്ട്, ഇനി അടുത്ത നീക്കം എന്താണ്, കേസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവണ്ടേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, വേണ്ട, നമ്മളിപ്പോൾ നീക്കങ്ങളൊന്നും നടത്തുന്നില്ല എന്ന് അവർ എതിരാളികൾക്ക് തോന്നണം, ആ സമയത്ത് വേണം നമുക്ക് അടുത്ത മൂവ്മെന്റ് നടത്താൻ എന്ന് പറയാണ്. അപ്പോൾ മാധുരി പറയുന്നുണ്ട്, ഇത് ചെയ്തവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം മോനെ, എന്നാലേ എൻ്റെ മോൻ്റെ മേലുള്ള കളങ്കം മാറുകയുള്ളൂ എന്നൊക്കെ പറയാണ്. പിന്നീട് അഖിൽ പറയുന്നുണ്ട്, എന്തായാലും ഇനി സെൽഫി ടൈം, എല്ലാവർക്കും എൻ്റെ വക സെൽഫി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അണിനിരക്കുകയാണ്. അങ്ങനെ നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. പിന്നീട് അർജുൻ കുഞ്ഞിനെ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, മോളെ നോക്ക്, നിന്റെ അച്ഛൻ വന്നു. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അജുവേട്ട അവളെ സന്തോഷം കണ്ടോ, ഇനി അവൾക്ക് അമ്മയെ വേണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കുകയാണ്. പിന്നീട് അർജുൻ കുഞ്ഞിനെ ബെഡിൽ കിടത്തുകയാണ്. ശേഷം പൂജയുടെ നേരെ കേട്ടോ. പിന്നീട് അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെന്റ്സും തമാശകളും കാര്യങ്ങളൊക്കെയാണ്. അവസാനം അർജുൻ പറയുന്നുണ്ട്, ഈ ഒരു നിമിഷം ഞാൻ തിരിച്ചു വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പൂജ പറയുന്നത്, എനിക്ക് ഉറപ്പായിരുന്നു അജുവേട്ട, എല്ലാം വൈകാതെ തിരിച്ചു വരുമെന്ന്. അപ്പോൾ അർജുൻ പറയുന്നത്, ഇത്രയും കാലം ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞത്, അത് കാരാഗ്രഹം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ പൂജ പറയാണ്, ഇനി പറയില്ല അജുവേട്ട, എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. പ്രതികളെ ജയിലിൽ അടക്കമെന്ന് വാദിച്ച് എനിക്ക് ശരിക്കും മനസ്സിലായി തടവറ എന്താണെന്ന്. ലോകത്തിലെ ഏറ്റവും വലുത് പണമോ പ്രശസ്തിയോ ഒന്നുമല്ല, അത് സ്വാതന്ത്ര്യമാണ്. ഒന്ന് ജയിലിൽ കിടക്കാം, അപ്പോൾ അറിയാം അവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പം പൂജ പറയാണ്, അജുവേട്ട കഴിഞ്ഞതൊന്നും പറയണ്ട പ്ലീസ് എന്ന് പറയാട്ടോ പൂജ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവരുടെ റൊമാൻറ്റിക് സീൻസ് ആണ്. പിന്നീട് കാണിക്കുന്ന സ്നേഹസദനാണ് കേട്ടോ. അവിടെ വസന്തൻ ലഡു വിതരണം ചെയ്യാൻ കേട്ടോ കുട്ടികൾക്കൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ അർജുനേട്ടൻ ജയിൽ മോചിതനായ ദിവസമാണ്, അതിനുള്ള സന്തോഷമാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം കുട്ടികളോട് കളിക്കാൻ പോകാൻ പറയാണ്.
പിന്നീട് മീനാക്ഷിയമ്മ പറയുന്നത് ചില കള്ളികൾ കാരണം മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാതെയായി. ആ കള്ളി കോടതിയെ തല കറങ്ങി വീണു. ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രിയയുടെ മുഖമാകെ മാറുന്നുണ്ട് കേട്ടോ. അവൾ തലച്ചുറ്റിയാൻ എന്തായിരിക്കും കാരണം സാറേ? അവളുടെ കള്ളത്തരം വെളിയിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ലേ എന്ന് പറയാണ്ട് മീനാക്ഷിയമ്മ. അപ്പൊ വിശ്വനാഥൻ പറയുന്നുണ്ട് എന്തായാലും ദുഷ്ടർക്ക് ഈ ലോകത്തിൽ അധികം വാഴിക്കാൻ പറ്റില്ല എന്ന് ദൈവത്തിന്റെ സത്യമാണ്. എന്നാൽ സത്യവാന്മാരെയോ അധിക കാലം പൂട്ടിയിടാനും പറ്റില്ല. എല്ലാം എന്റെ പൂജമോളുടെ മിടുക്കാണ്. എല്ലാവരെയും സഹായിക്കുന്ന എന്റെ പൂജമോൾക്ക് ദൈവം കൊടുത്തൊരു സമ്മാനമാണ് ഈ വിധി. അപ്പോൾ പ്രിയയും പറയുന്നുണ്ട് ഈ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് വിശ്വനാഥൻ പറയാണ് കോടതിയുടെ പ്രത്യേക വിധി പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരൊക്കെയാണ്, അവരുടെ ഉദ്ദേശം എന്തൊക്കെയാണ്, അവരുടെ പങ്ക് എന്താണ്, എല്ലാറ്റിനെ കുറിച്ചും അന്വേഷണം വരും എന്ന് പറയുമ്പോൾ പ്രിയയുടെ മുഖം ഒന്ന് വിളർന്നുണ്ട് കേട്ടോ. അത് മീനാക്ഷിയമ്മ ചോദിക്കുകയും ചെയ്തിട്ട് അവരുടെ മുഖത്ത് നോക്കി ഇതൊക്കെ കേട്ടപ്പോൾ നിന്റെ മുഖം എന്താ വിളർന്നത് എന്ന് ചോദിക്കാണ് പ്രിയയോട്. പ്രിയ പറയുന്നു എന്റെ മുഖമോ, എനിക്കൊരു കുഴപ്പവുമില്ല. പൂജ എന്റെ കൂട്ടുകാരിയാണ്. കാര്യം ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് അവളോട് സ്നേഹമാണ്. അപ്പോൾ മീനാക്ഷിയമ്മ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്, അത് കൃത്യമായിട്ട് കിട്ടും അല്ല സാറേ? അപ്പൊ വിശ്വനാഥ് സാർ പറയുന്നുണ്ട് അതെ, ഓരോരുത്തർക്കും ഓരോ വിധി വിധിച്ചിട്ടുണ്ട്. ആ കണക്കുകൾ തീർക്കാതെ അവരെ ദൈവം വിടില്ല. അപ്പോൾ വസന്തൻ പ്രിയയെ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്തായാലും അർജുനും പൂജയും ഒരുമിച്ച് ഇറങ്ങാൻ പോവുകയാണ് ഈ കേസിന് പിന്നാലെയുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്ന് പറയണ്ട. ഇത് കേട്ടതും പ്രിയ ആകെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർജുന്റെ വീടാണ് കേട്ടോ. അർജുൻ പറയുന്നുണ്ട് എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുകയാണ് പൂജ. ഞാൻ ഈ കെണിയിൽപ്പെട്ടതും ജയിലിലായതും പിന്നെ അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നതും എനിക്കൊരു സ്വപ്നം പോലെ തോന്നുകയാണ്. ഒരു ഘട്ടത്തിൽ എല്ലാ ആശയങ്ങളും ഞാൻ കൈവിട്ടതാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും വിചാരിച്ചു. പക്ഷേ താൻ എന്നെ തിരികെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഇനിയുള്ള ജീവിതം നിന്നോടുള്ള കടപ്പാട് തീർക്കാൻ മാത്രമായിരിക്കും പൂജ എന്ന് പറയാണ്. ഇപ്പോൾ പൂജ പറയുന്നുണ്ട് അജുവേട്ടൻ ഇങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പോൾ അജുവേട്ടൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ അജുവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ കടപ്പെട്ടിരുന്നു എന്നൊന്നും പറയരുത്. അജുവേട്ടനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അജുവേട്ടനെ രക്ഷിച്ചത് നിയമവും. തിരിച്ച് അജുവേട്ടനോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. എനിക്കൊരു ജീവിതം തന്നത് അജുവേട്ടനാണ്. അജുവേട്ടനില്ലെങ്കിൽ പിന്നെ പൂജ എന്ന വ്യക്തി ഇന്നില്ല എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് ഈ കടപ്പാടുകളെ കുറിച്ച് ഇനി പറയണ്ട. എന്റെ കടമ ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നീട് അർജുൻ ജയിലിലെ ഒരു അനുഭവം പറയാണ്. ഇന്ന് എനിക്ക് കട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ തറയിൽ കിടന്നാണ് ഉറങ്ങാറ്. അതെനിക്ക് ശീലിച്ചു പോയി. ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ജയിലിൽ ടൈമും കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ പൂജ അർജുൻ്റെ വായ പൊത്താണ്. അതൊന്നും ഇനി പറയില്ലേ, പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ വിഷമമാണ് എന്നൊക്കെ പറയാണ്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയ അജുവേട്ട? എനിക്കിതൊക്കെ ആലോചിക്കുമ്പോഴേ നെഞ്ചു പൊട്ടുകയാണ്. ആലോചിക്കുമ്പോഴേ എനിക്ക് ഇത്രയുണ്ടെങ്കിൽ ഇത് അനുഭവിച്ച അജുവേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ജീവിക്കണം എന്നുള്ള തോന്നൽ, തന്നെയും മോളെയും എന്നെങ്കിലും ഒന്ന് കാണാൻ പറ്റും എന്ന തോന്നൽ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ജീവിച്ചത്. പിന്നീട് അർജുൻ ജയിലിൽ വെച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതും അതിന് വേണ്ടിയിട്ട് പാറയുടെ മുകളിൽ കയറിയ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ്. അങ്ങനെ പൂജ പറയുന്നുണ്ട് മതി അജുവേട്ട, എനിക്കിതൊന്നും കേൾക്കണ്ട, എനിക്കിതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ല. നമുക്ക് എന്തായാലും അതെല്ലാം മറക്കാം. ഇന്നു മുതൽ പുതിയ ജീവിതം പഴയതിനേക്കാൾ ഉഷാറായിട്ട് നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അർജുനും അത് സമ്മതിക്കുകയാണ്. പിന്നീട് പൂജ പറയുന്നുണ്ട് അജുവേട്ട, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്വാതിക്കെതിരെ മാനനഷ്ട കേസിന് ഹർജി കൊടുക്കണം. അവളെ വെറുതെ വിടാൻ പാടില്ല, കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അവളിപ്പോൾ ആശുപത്രി നിരീക്ഷണത്തിലാണല്ലോ, ഞാൻ ജോർജുട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവളെ അവിടെ ആരൊക്കെ കാണുമെന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിച്ചു വെക്കാൻ ഞാൻ അവളെ പൂട്ടും, അത് ഉറപ്പാണ് എന്ന് അർജുൻ പറയാൻ. പൂജ പറയുന്നുണ്ട് അവളുടെ പിന്നിൽ കളിച്ചവരാരായിരിക്കും, അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് കമ്മീഷണർ തന്നെയായിരിക്കും. അദ്ദേഹം പരിക്കുകൾ പറ്റി ഒളിവിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും വീക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. കൂടെ റാണിയും കാണും. അവളും ഇപ്പോൾ ഒളിവിലാണല്ലോ കഴിയുന്നത്. ഏത് ഇരുട്ടത്ത് അവർ കഴിഞ്ഞാലും ഞാൻ അവളെ പുറത്തു കൊണ്ടുവരും. കമ്മീഷണറും റാണിയോടും ഞാൻ ഇതിനെല്ലാം എണ്ണി പകരം ചോദിക്കും എന്ന് അർജുൻ പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് അജുവേട്ടനില്ല, ഞാനാണ് അവളെ കാണുന്നത്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആശുപത്രിയിൽ പ്രസവിച്ചതിന് ശേഷം അവൾ ചാടിപ്പോയി എന്നല്ലേ അറിഞ്ഞത്. അപ്പോൾ ആ പ്രസവിച്ച കുഞ്ഞ് എവിടെയാണ്, എങ്ങനെയാണ് കഴിയുന്നത് എന്നൊക്കെ നമുക്കറിയണം. ഇങ്ങനെ പറയുമ്പോൾ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് കരയാണ് കേട്ടോ അവിടെ. പിന്നീട് പൂജ പറയുന്നത് നമുക്ക് എന്തായാലും രാധമോളെയും അച്ഛനെയും പോയി കാണണം ഉടൻ തന്നെ, നാളെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ അതിന് സമ്മതിക്കാൻ കേട്ടോ. പിന്നീട് താഴെ അച്ഛമ്മയും സ്നേഹയും മധുവും കൂടി ചർച്ച ചെയ്യാൻ ആരായിരിക്കും ശരിക്കും ഇതിന്റെ പിന്നിലെന്നാണ്. സ്നേഹ പറയുന്നുണ്ട് അത് മിക്കവാറും കമ്മീഷണറും റാണിയും തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ മധു പറയാണ് അവിടെ നിങ്ങൾ വക്കീലന്മാരുടെ കണക്കുകൂട്ടൽ തെറ്റി. ഒളിഞ്ഞിരിക്കുന്നവരായിരിക്കണമെന്നില്ല ഇതിന് പിന്നിൽ, തെളിഞ്ഞിരിക്കുന്നത് തന്നെ ആയിരിക്കണം. എൻ്റെ അമ്മ ഇതിന്റെ പിന്നിൽ പ്രിയയാണ് എന്ന് പറയട്ടെ മധു. അപ്പൊ അച്ഛമ്മ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അവൾ ശാന്തയാണ്, ഭക്തിമാർഗമാണ് എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മധു പറയാണ് ഞാൻ അതൊക്കെ നിർത്തിയില്ലേ, അവൾ ശരിക്കും അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് പക്ഷെ ആർക്കും ഒരു തെളിവ് പോലും അവളുടെ പെരുമാറ്റത്തിൽ തോന്നിയിട്ടില്ലല്ലോ, അതെങ്ങനെ എന്ന് പറയാം. പിന്നീട് ചോദിക്കുന്നുണ്ട് ആ റാണി അവളെവിടെയാണ്? അപ്പോൾ സ്നേഹ പറയുന്നത് അതാണ് സംശയം, അവളുടെ കാര്യത്തിൽ ഒരു വിവരവും ആർക്കുമില്ല, ഈ ലോകത്തുണ്ടോ എന്ന് പോലും സംശയമാണ്. മധു പറയാണ് നിങ്ങൾ എല്ലാവരും നോക്കിക്കോ, അവൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഇങ്ങോട്ടേക്കൊരു വരവ് വരും, കൂടെ ആ പ്രിയയും കാണും. അങ്ങനെ സംഭവിക്കാനേ വഴിയുള്ളൂ.
പിന്നീട് കാണിക്കുന്നത് അർജുൻ ജോർജൂട്ടിയെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജോർജൂട്ടി ചോദിക്കുന്നുണ്ട്, അർജുൻ സാർ ഹാപ്പി അല്ലേ എന്താണ് ചോദിക്കുമ്പോൾ ഹാപ്പിയാണ്, പക്ഷെ ഒന്നും കൂടി ഹാപ്പി ആകണമെങ്കിൽ ഒരു കാര്യം നീ ചെയ്യണം എന്ന് പറയണം. അപ്പോൾ എന്താണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. സോദ്യ ഇപ്പോൾ ആശുപത്രി നിരീക്ഷണത്തിലല്ലേ, അവിടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പോലീസുകാരനെ കൂടിയും വെക്കണം. അതിന് നീ SP കിരണിനോടൊന്ന് വിളിച്ച് പറയണം. അവളെ കാണാൻ അവിടെ ആരൊക്കെ വന്നു, എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഫുൾ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ വേണമെന്ന് പറയുമ്പോൾ ജോർജുട്ടി പറയുന്നു, അത് ഏറ്റവും സർ ഞാൻ അവളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം, അത് ഞാൻ കണ്ടുപിടിച്ച് തരും. അവൾ അർജുൻ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നീട് പൂജാരി പറയുന്നുണ്ട്, എന്തായാലും ജോർജൂട്ടിയെ ഈ കാര്യം ഏൽപ്പിച്ച സ്ഥിതിക്ക് അവനത് ഭംഗിയായിട്ട് ചെയ്യും, അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് വൈകാതെ തന്നെ അറിയാൻ സാധിക്കും എന്ന് പറയാണ്.